അതിജീവിതയെ സംബന്ധിച്ചുള്ള അവരുടെ കേസ്, അതിൻ്റെ പ്രതികളെല്ലാം തന്നെ ശിക്ഷിക്കപ്പെട്ടു എന്ന് അതിജീവിത തന്നെ അവരുടെ ആദ്യത്തെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കേസിൽ പിന്നെ പ്രതികളല്ലാതെ മറ്റാരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്? പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു, പിന്നെന്താണ് ബാക്കിയുള്ളത്? ഒരു കേസ് തീർന്നു, അപ്പോൾ ഒരു പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. അവർ പക്ഷേ ഉദ്ദേശിച്ചത് ഇവരെല്ലാം പറഞ്ഞു പരത്തുന്നത് പോലെ, അവരുടെ സുഹൃത്തുക്കളുമൊക്കെ വളരെ വിശാലമായ തലങ്ങളിലൊക്കെ പറഞ്ഞു പരത്തുന്നത് പോലെ, ചാനലുകളൊക്കെ ഏറ്റുപാടുന്നത് പോലെ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനക്കാരെ പിടിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് കേസുകളിൽ ഇത് കേട്ടതാണല്ലോ. TP ചന്ദ്രശേഖരൻ വധത്തിൽ നമ്മളിത് കേട്ടതാണല്ലോ. കൊടുമന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇത് കേട്ടതാണ്. ഇപ്പോഴും ശബരിമല കേസിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഗൂഢാലോചനക്കാരിലേക്ക് ഇത് എത്തുമെന്ന് തോന്നുന്നില്ല. എല്ലാ കേസുകളുടെയും ഒരു സ്ഥിതി പൊതുവെ ഇതല്ലേ? തെളിവുകൾ 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 ഇല്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഗൂഢാലോചന എന്ന് പറയുന്നത് അമൂർത്തമായിട്ടുള്ളൊരു സംഭവമാണ്. സമൂർത്തമായ തെളിവുകളാണ് കേസ് വിജയിക്കാൻ വേണ്ടത്. ഇതെപ്പോഴും മുത്തൂറ്റ് വധക്കേസിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഏത് കേസിനും ഗൂഢാലോചനയുടെ ഒരു ഐറ്റം, അത് ഏത് കേസിലാണ് തെളിയിക്കപ്പെട്ട ഒരൊറ്റ കേസ് പറയാമോ ഗൂഢാലോചനയെക്കുറിച്ചുള്ള? ഇല്ല. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിനെ മാറ്റം, അവരൊരു സ്ത്രീയാണ്, അവരു അതിജീവിത അല്ലെങ്കിൽ അതിജീവനം നടത്തുന്ന ഒരാളല്ലേ. അങ്ങനെയുള്ള ഒരാളിനേറ്റ് വെട്ടപ്പട്ടികളെ പോലെ നായാട്ട് നടത്തുന്നത് ശരിയായിട്ടുള്ള ഒരു സമീപനമാണോ? വൈകാരികമായിട്ടൊരു കേസിനെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം വൈകാരികമായിട്ടൊരു കേസിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വിവേകപൂർണമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വിഘ്നങ്ങൾ സൃഷ്ടിക്കും. സമൂഹത്തിൻ്റെ കയ്യടി കിട്ടാൻ ഒരു ജഡ്ജിക്ക് ഒന്നും ചെയ്യാൻ നിർവാഹനമില്ല. നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ വിധി പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഉയർന്ന കോടതിയിലേക്ക് പോകുമ്പോൾ ഇവർ വിധിക്കപ്പെടും. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിൻ്റെ തീരുമാനം, വിധി ഭരണഘടനാ പ്രകാരമായിരുന്നില്ല, BNS പ്രകാരമായിരുന്നില്ല, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമായിരുന്നില്ല എന്നുള്ള വിധികൾ മുകളിൽ നിന്ന് വരും. ആ വിധി എന്ന് പറയുന്നത് പ്രൊഫഷണലായിട്ടുള്ള ഒരു വിധിയാണ്. നമ്മളീ പറയുന്ന പോലെ പൈങ്കിളി കഥകളും ഒക്കെ പറയുന്നത് പോലൊരു ഒന്നല്ലാതെ സംഭവം അവരുടെ തൊഴിലിനെ തന്നെ, ജീവിതത്തെ തന്നെ, പേരിനെ ഒക്കെ കളങ്കം ചാർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുക 1117 പേജുള്ള ഒരു വിധിന്യായമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ പല കാര്യങ്ങളും നമുക്ക് എല്ലാം കൂടിയൊന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ നിലനിൽക്കുന്നതായിട്ടുള്ള ലോക്കസ്റ്റാൻഡി ഉള്ളതായിട്ടുള്ള ഒന്നാണത്. അതുകൊണ്ടാണ് ഈ അതിജീവിതയുടെ അഭിഭാഷകരൊക്കെ തന്നെ കോടതിയിൽ ചെന്ന് വ്യക്തമായ ഉത്തരങ്ങൾ പറയുന്നതിന് പകരം ചാനലിൽ വന്ന് ഇരുന്നു കൊണ്ട് ഉത്തരങ്ങൾ പറയുന്നത്. അതല്ല വേണ്ടത്. കോടതിയിലായിരുന്നു അവരത് പറയേണ്ടിയിരുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതും. അത് തന്നെയാണ് രാമൻ പിള്ള വക്കീൽ കാണിച്ചത്. ദിലീപിൻ്റെ വക്കീലായിട്ടുള്ള രാമൻ പിള്ള ചാനലുകളിൽ വന്നിരുന്ന് ഷൈൻ ചെയ്യാനുള്ള അദ്ദേഹം ശ്രമിച്ചത്. കേസ് ശരിയായിട്ട് പഠിച്ച് അതിനുയർത്തേണ്ട വാദമുഖങ്ങൾ എന്തൊക്കെയാണെന്ന് സവിസ്തരം മനസ്സിലാക്കി അദ്ദേഹം വാദിച്ചു, പൊരുതി ജയിച്ചു. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയെങ്കിലും അദ്ദേഹത്തെ അഭിനന്ദിക്കുക. തൻ്റെ ഇതുവരെയുള്ള തൊഴിലിൻ്റെ ചരിത്രത്തിൽ, അഭിഭാഷക വൃത്തിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ പിടിച്ച് ജയിലിലിട്ട ശേഷം ഗൂഢാലോചനയ്ക്ക് വേണ്ടി പരക്കം പായുന്നത്. ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ മറ്റ് അഭിഭാഷകർ, പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർ, അതിജീവിതയുടെ അഭിഭാഷകർ ഒക്കെ ഇതുവരെ പറഞ്ഞ ഭാഷ്യങ്ങളെ എല്ലാം അദ്ദേഹം ബ്രഹ്മാസ്ത്രം കൊണ്ടെന്ന പോലെ ഖണ്ഡിച്ചു കളഞ്ഞിരിക്കുകയുമാണ്. പിന്നെയും നമുക്ക് ചർച്ചകൾ വേണം, അന്തിച്ചർച്ചകൾ വേണം എന്നുള്ളത് കൊണ്ട് പിന്നെയും നമ്മൾ നമ്മുടെ നിലപാട് തറകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൂ. നോക്കൂ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതായത് മുകേഷും കൂടെ രംഗത്ത് വരുന്ന ഒരു രംഗമുണ്ട്. ആ വിധിന്യായത്തിൽ അത് പറയുന്നുണ്ട്. അതായത് പ്രതിഭാഗം പറഞ്ഞിരുന്നത് മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു. അതാണ് മുകേഷ് കണക്ഷൻ ഇതിനകത്ത്. മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി എന്ന് പറയുന്ന മനുഷ്യൻ. ശരിയായിക്കോട്ടെ. അപ്പോൾ മുകേഷിനോട് ഇത് ചോദിച്ചു, തൻ്റെ ഒരു ഡ്രൈവറാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കണമല്ലോ. മുകേഷ് പറഞ്ഞത്, മുകേഷ് CPM-ൻ്റെ MLA ആണ്, സിനിമാ നടൻ തന്നെയാണ്, ഒക്കെ ശരി തന്നെ, ഇതുപോലൊരു സമാനമായ കേസുള്ള ആളുമാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ സാധാരണയായിട്ട് സ്റ്റുഡിയോയുടെ വണ്ടിയിലാണ് ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പോകുന്നത്. അദ്ദേഹം താമസിച്ചിരുന്നത് ആർക്കേഡിയ ഹോട്ടലിലാണ്.
ആർക്കേഡിയ ഹോട്ടലിൽ നിന്ന് ഷൂട്ടിംഗ് സൈറ്റിൽ പോകുന്നത് സ്റ്റുഡിയോ തരുന്ന വണ്ടിയിലാണ്. അങ്ങനെയാണ് പോകാറുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള, ഒന്നിനും ഒരു കുറവ് വരാത്ത ഒന്നാണ്. നമ്മൾ മറ്റൊന്നു കൂടി മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ ഈ ഡ്രൈവർമാരുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റുകളൊന്നും സാധാരണ ഈ മഹാനടന്മാർക്ക് ഉണ്ടാവുകയില്ല. പൊതുജനങ്ങളുമായിട്ട് തന്നെ കോണ്ടാക്റ്റ് ഉണ്ടാവുകയില്ല. കാരണം അത് അവരുടെ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഇവരുടെ സെക്രട്ടറി ഉണ്ടാവും, മാനേജർ ഉണ്ടാവും. അവർ വഴിയാണ് ഡ്രൈവറുമായിട്ട് പോലും കമ്മ്യൂണിക്കേഷൻ നടത്താറുള്ളത്, സാധാരണ ഇതുപോലെ ഉയർന്ന നടന്മാരൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഉയർന്ന നടന്മാരുടെ കാര്യം പറഞ്ഞാൽ, പാവപ്പെട്ട നടന്മാരാണെങ്കിൽ ചിലപ്പോൾ അത് ആരും ഉണ്ടാവില്ല കമ്മ്യൂണിക്കേറ്റ്. ഡ്രൈവറോട് നേരിട്ട് പറഞ്ഞാൽ ഡ്രൈവർ പോലും കേൾക്കണമെന്നില്ല. നമ്മൾ അതും കൂടി ആലോചിക്കണം. ഈ പാവപ്പെട്ട നടന്മാരും ഉണ്ട്, താരങ്ങൾ മാത്രമല്ല, ലൈറ്റ് ബോയ്സ് ഉണ്ട്, ഇതും എടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം കൂടിയാണ് ഈ സിനിമ നിലനിർത്തുന്നത്. അല്ലാതെ ഈ താര സാന്നിധ്യമുള്ള, താര മൂല്യമുള്ള നടീനടന്മാർ മാത്രമൊന്നുമല്ല ഈ സിനിമ എന്ന് പറയുന്നത് നടത്തുന്നത്. ആ ഒരു ബോധം കൂടെ നമുക്കുണ്ടാവണം. അവരെ നമ്മളങ്ങ് പാടേ മറന്നു കളയരുത്, കുറച്ചൊക്കെ മറന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മുകേഷിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു ഡ്രൈവറെ ഞാൻ വെച്ചിരുന്നു എന്ന് വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു. കാരണം ഈ ഏർപ്പാടൊക്കെ നടത്തുന്ന ഡ്രൈവറെ വെക്കുന്നതൊക്കെ മാനേജറുടെ പരിപാടിയാണ്. ഇവർക്ക് അതിനൊന്നും സമയമില്ല സാധാരണഗതിയിൽ. പിന്നെ അപൂർവമായിട്ട് മാത്രമാണ് ഒരു ഡ്രൈവർ വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുന്നത്. അത് മോഹൻലാലിൻ്റെ കാര്യത്തിലാണ്. ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹം വലിയൊരു സംവിധായകനും ഒക്കെ ആയിട്ട് അങ്ങ് മാറി. മോഹൻലാലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിട്ട് അങ്ങ് മാറിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ അദ്ദേഹം ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞു. അത് എന്നിട്ട് ഈ കേസ് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രതിഭാഗം ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് മുകേഷിൻ്റെ ഡ്രൈവർ ആയിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതേ ആർക്കേഡിയ ഹോട്ടലിൽ തന്നെയാണ് ദിലീപ് താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് വഴി പൾസർ സുനിയെ ഈ ഒരു കൊട്ടേഷന് വേണ്ടി ഉപയോഗിച്ചു. കൊട്ടേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നത്, അതുകൊണ്ട് അത് വീണ്ടും വിവരിക്കുന്നില്ല. ഉപയോഗിക്കാം എന്നൊരു പ്ലാൻ അദ്ദേഹം നടത്തി ആസൂത്രണം ചെയ്തു. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിന് തെളിവ് വേണ്ടേ? താമസിച്ചു, ശരിയാണ്. ദിലീപ് അവിടെ താമസിച്ചിട്ടുണ്ട്, അതുപോലെ മുകേഷും അവിടെ താമസിച്ചിട്ടുണ്ട്. പൾസർ സുനി പക്ഷേ അവിടെ അല്ലോട് താമസിക്കുന്നത്. താരങ്ങളുടെ ഹോട്ടലിൽ അവർക്ക് താമസിക്കാൻ പറ്റില്ല. അദ്ദേഹം അകലെ മറ്റൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെയാണ് നമ്മുടെ ഈ സാക്ഷിമൊഴി വരുന്നത്. പുരുഷോത്തമൻ എന്ന് പറയുന്ന മേക്കപ്പ് മാൻ എന്നാണ് പറഞ്ഞത്. മേക്കപ്പ് മാൻ അല്ല, അദ്ദേഹം ഹെയറിന് ഹെയർ ഡ്രസ്സർ എന്നാണ് പറയുന്നത്. വസ്ത്രം കൊടുക്കുന്നതാണ് കോസ്റ്റ്യൂമർ എന്ന് പറയുന്നത്. ഹെയർ ഡ്രസ്സറായിരുന്നു. മുടിയുടെ ഭംഗി മാത്രം നോക്കുക, കേശാലങ്കാരം സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും നോക്കാറുണ്ട് കേട്ടോ. ആ കേശാലങ്കാരം നോക്കുന്ന ആളായിരുന്നു പുരുഷോത്തമൻ. അപ്പോൾ ഈ പുരുഷോത്തമൻ ചെന്ന് കോടതിയിൽ പറഞ്ഞത് അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു ഈ പൾസർ സുനി താമസിച്ചിരുന്നത്. ആ സമയത്ത്, അതായത് ദിലീപ് ഉള്ളപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു തെളിവായിട്ടാണ് ഈ പ്രതിഭാഗം അതിജീവിതയുടെ ഭാഗം. അതാണ് പാളിച്ചകൾ വരുന്നത്. പക്ഷേ ഇതിനെ നേരെ കണ്ടിച്ചു രാമൻപിള്ള വക്കീൽ. എങ്ങനെയെന്നറിയാമോ? ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആള് വേറൊരു വണ്ടിച്ചെക്കിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. വണ്ടിച്ചെക്കിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് പൾസർ സുനി എന്ന് പറയുന്ന ഒരാൾ അവിടെ താമസിച്ചിട്ടേ ഇല്ല എന്നാണ്. എന്ന് മാത്രമല്ല, പൾസർ സുനിയെ വെറുത്തതുകൊണ്ട് അദ്ദേഹം അടുത്തങ്ങും അടുപ്പിക്കുകയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ വണ്ടിച്ചെക്ക് കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഈ സത്യമെന്ന് പറയുന്ന ഒന്നല്ലേ ഉണ്ടാവൂ. അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ കൊടുത്ത മൊഴി, പുരുഷോത്തമൻ എന്ന് പറയുന്ന ഈ ഹെയർ ഡ്രസ്സർ, മുകേഷിൻ്റെ ഹെയർ ഡ്രസ്സറാണത്, അദ്ദേഹം കോടതിയിൽ കൊടുത്ത മൊഴി ഒന്ന്, മറിച്ച് ഇവിടെ വന്നിട്ട് അദ്ദേഹം പോലീസിന് കൊടുത്ത മൊഴി വേറൊന്ന്. രണ്ട് തരത്തിലാണ്. ഈ കേസിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയും മാജിസ്ട്രേറ്റിന് കൊടുത്തിരിക്കുന്ന വിധിയും രണ്ട് തരത്തിലാണ്. കോൺട്രഡിക്റ്ററിയാണ്. അതിനെ അധിക്ഷേപിച്ചൊന്നും ഭാഗ്യവശാൽ നമ്മുടെ ജഡ്ജി സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ കാര്യത്തിൽ ഒരു തെളിവായിട്ട് അതിനെ സ്വീകരിക്കാൻ പരസ്പരം കോൺട്രഡിക്റ്ററി ആയിട്ട് പറയുന്ന ആൾക്കാരുടെ വാക്കുകൾ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. ഇതൊന്ന് ശരിയായിരിക്കും എന്ന് ഊഹിക്കാൻ ഇരിക്കുന്ന ആളല്ല നമ്മുടെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി. അത് നല്ല പോലെ മനസ്സിലാക്കി ഓർത്തിരിക്കുക. നല്ല വ്യക്തമായിട്ടുള്ള ഋജുവായ രേഖ പോലുള്ള
സ്ഫടിക സംകാശയമായിട്ടുള്ള, അതാണ് ശരിയായ വാക്ക്. സംസ്കൃതമാണെങ്കിലും സ്ഫടിക സംകാശയമായിട്ടുള്ള നല്ല തെളിഞ്ഞ വെള്ളം പോലുള്ള തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ, ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് തെളിയിക്കപ്പെട്ടാൽ ഞങ്ങളെല്ലാം സന്തോഷിക്കുന്ന ആൾക്കാരാണ്. ഗൂഢാലോചന ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇല്ലാത്തതിൻ്റെ തെളിവിൻ്റെ പേരിൽ ഒരു ജഡ്ജി ശിക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾക്കതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ പോകേണ്ടത് തീർച്ചയായിട്ടും അപ്പീൽ കോടതിയിലാണ്. അപ്പീൽ കോടതിയിലേക്ക് പോകട്ടെ. സത്യം എന്താണെന്ന് ഞങ്ങൾക്കും കൂടി ഒന്ന് അറിയാമല്ലോ. മറിച്ച് നിങ്ങൾക്ക് വിരോധമുള്ള ഒരു മഹാനടനെ അല്ലെങ്കിൽ നടൻ്റെ ആരാധകനല്ല, ഒരു നടൻ്റെയും ആരാധകനല്ല, സിനിമയുടെ മാത്രം സംവിധായകൻ്റെ ആരാധകനാണ് ഞാൻ. അങ്ങനെയുള്ള ആളിനെ വെറുതെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡായിട്ട്, ഈ കഥകൾക്കൊക്കെ ഒരു ത്രെഡ് ഉണ്ടാവില്ല, അതുപോലെ ഒരു ത്രെഡായിട്ട് ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അനീതിയാണെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത, അത് എന്ത് ആരോപണങ്ങളുണ്ടെങ്കിലും അത് പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു പാവപ്പെട്ടവനും കൂടിയാണ് ഞാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.